ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. ഇന്ന് നമുക്കൊരു അടിപൊളി പാലട പായസം ഉണ്ടാക്കിയാലോ? ദാ പായസം കണ്ടാലറിയാം എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത്. ദാ പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യമല്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടി നല്ല കട്ടിയുള്ള ഒരു ഉരുളി തന്നെ അങ്ങോട്ട് എടുത്തോളി. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര നല്ലോണം അങ്ങോട്ട് മെൽറ്റായി നല്ല ഒരു ബ്രൗൺ കളറായി ഇങ്ങോട്ട് വരട്ടെ. ഇതാ കണ്ടില്ലേ, കളറ് കൂടി കൂടി വരുന്നു. അത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തോളി. ഇനി ഇതിലേക്ക് പാലൊഴിക്കാവുന്നതാണ്. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിനി പാട കെട്ടാൻ അനുവദിക്കാതെ നല്ലോണം ഇങ്ങോട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ചെറിയ പാലട മിക്സ് ആണ്. 500 പാലട മിക്സിലേക്ക് 2 ലിറ്റർ പാലാണ് ആവശ്യം. ഇനി ഇതിലേക്ക് നമ്മളെ കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പഞ്ചസാരന്റെയോ ഏലക്കായിന്റെയോ ഒന്നും ആവശ്യമില്ല, എല്ലാം ഇതിലുണ്ടാകും. ഇനി ഇത് തിളക്കോളം നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങോട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്തോളി. ഇളക്കി കൊടുക്കണം. പാല് പാട കെട്ടാൻ പാടില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കുമ്പോത്തിന് ഇങ്ങോട്ട് വരും. തിളക്കൽ തുടങ്ങി. ഇനി ലോ ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതിയാകും. ഇനി ആക്കും പോലെ നമ്മൾ അട വെന്ത് വരണം. ഇനി കറക്റ്റ് ഒരു 20 മിനിറ്റോളം ഈ പാലട തിളച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീ മതിയാകും. ഈ അട നന്നായിട്ട് വെന്ത് ആ പാലിന്റെ കൂടെ പൊന്തി നിൽക്കണ പരുവാവണം. അട കറക്റ്റ് വേവായിട്ടില്ലെങ്കിൽ പാലിന്റെ കൂടെ പൊന്തി നിൽക്കൂല. പാല് വേറെയും അട വേറെ ആയിട്ടാ നിൽക്കുള്ളൂ. അപ്പൊ ആ കറക്റ്റ് വേവില് കിട്ടണമെങ്കിൽ കറക്റ്റ് 20 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിപ്പോ ഒരു ചെറിയ തീയിലിട്ട് ഞാൻ ഒരു 20 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഇങ്ങോട്ട് മേലക്കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുത്തോളി. കണ്ടാലറിയാലേ നമ്മളെ അടയൊക്കെ നന്നായി വെന്ത് ആ പാലിന്റെ കൂടെ പൊന്തി നിൽക്കണ ആ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇനി ഇത് മേടിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇത് ചൂടാറുമ്പോ ഒന്നും കൂടിയും കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടിയും കുറുകി അടിപൊളിയായിട്ട് കിട്ടും. സദ്യന്റെ കൂടെയൊക്കെ പായസം ഇങ്ങോട്ട് വിളമ്പുമ്പോ പായസം ഒരു രക്ഷയില്ല എന്നാണ് പറയണം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ചൂടായി നല്ല അടിപൊളിയായിട്ട് നമ്മളെ പായസം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് കണ്ടാൽ അറിയാലേ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കന്റെ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളി. അപ്പൊ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.